ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ ഒപ്പിട്ട ശേഷം ടി.വി. കണ്ട ജീവനക്കാരോട് കയർത്ത് സമരാനുകൂലികൾ. 2 വനിതാ ജീവനക്കാരാണ് ഒപ്പിട്ട ശേഷം താലൂക്ക് ഓഫീസിൽ ടി.വി. കണ്ടത്. സമരാനുകൂലികൾ എത്തിയതോടെ ഇറങ്ങിപ്പോവാൻ ശ്രമിച്ച ഇവരെ പ്രതിഷേധക്കാർ തടഞ്ഞു നിർത്തി. 5 മണിവരെ ജോലി ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് സമരാനുകൂലികൾ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടിയാണ് ഈ സമരം. കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന തൊഴിലാളികളുടെ നിയമങ്ങൾക്കെതിരായിട്ടുണ്ട്. എല്ലാ കാലത്തും ജോലി ചെയ്യാൻ 2020 രൂപയുടെ ലേബർ കോഡിന്റെ ഭാഗമായിട്ട് എല്ലാവരും എന്ന് ശമ്പളം ആരും വിചാരിക്കണ്ട. മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ പോലീസുകാർ അടക്കമുള്ളവർക്ക് വേണ്ടി സമരമാണ്. എല്ലാം കരാറിക്കുക. സ്ഥിര തൊഴിലാളികൾ ഇല്ലാതാവുക. അസ്ഥിര തൊഴിലാളികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഈ സമരം ഈ പരിഹരിക്കരുത്. ഇതിനകത്ത് കയറിയിരുന്നത് ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, ഇന്ന് ഈ പൊതുപണിമുടക്കിന്റെ ദിവസം നമ്മൾ പലയിടങ്ങളിൽ നിന്നും കണ്ട കാഴ്ച, തൊഴിലെടുക്കാൻ വരുന്നവരെ തടഞ്ഞു നിർത്തി ഇന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞ് അവർക്ക് നേരെ ആക്രോശിക്കുന്നതും അവരെ ആക്രമിക്കുന്ന കാഴ്ചകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു സമരരീതി. വന്നിട്ട് ഇനി ജോലി ചെയ്യാതെ നിങ്ങൾ ഇരിക്കേണ്ട, ജോലി ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ച. തീർച്ചയായിട്ടും ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ നടന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരമുറയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് 10 പേരാണ് ഈ പണിമുടക്ക് അവഗണിച്ചുകൊണ്ട് ഇന്ന് ജോലിക്കെത്തിയത്. രാവിലെ പ്രതിഷേധക്കാർ എത്തുമ്പോൾ ആ സീറ്റിലുണ്ടായിരുന്നത് 2 പേരാണ്, 2 സ്ത്രീകളായിരുന്നു. അവർ TV കാണുകയായിരുന്നു എന്നുള്ളതാണ് സമരക്കാരുടെ അല്ലെങ്കിൽ സമരാനുകൂലികളുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇവരുമായി വാക്കുതർക്കമുണ്ടായി. പ്രധാനമായും ഈ പണിമുടക്ക് ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണിമുടക്കിനോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചതായിരുന്നു പ്രകോപനത്തിനൊരു കാരണം. ഇതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ഈ പണിമുടക്ക് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഈ ജീവനക്കാർ തങ്ങൾ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാം എന്നൊരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇതിന് അനുകൂലമായ ഒരു നിലപാടല്ല സമരക്കാർ സ്വീകരിച്ചത്. ഇവർ ഒപ്പിട്ടതാണ്, അതുകൊണ്ട് തന്നെ ശമ്പളം കൈപ്പറ്റുന്നവരാണ്, അതുകൊണ്ട് തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. മറ്റ് സംഘർഷമില്ലാതെ തന്നെ സമരാനുകൂലികൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശമ്പളം കൈപ്പറ്റുക അല്ലെങ്കിൽ ഒപ്പിട്ടതിന് ശേഷം ജോലി ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ TV കണ്ട് സമയം കളയുന്നത് തെറ്റാണ് എന്നൊരു അതിലൊരു പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സമരാനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയത്. 10 ജീവനക്കാരാണ് ഇന്ന് സൈൻ ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം 4 പേർ അവധിയെടുത്ത് ഹാഫ് ഡേ ലീവ് എടുത്ത് മടങ്ങി എന്ന വിവരമുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം ആവശ്യമാണ്. എന്തായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പണിമുടക്കിനിടയിൽ നിന്ന് അങ്ങനെ വ്യത്യസ്തമായ സമര രീതികളുടെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു.